യുഎസും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയെ നിർണായകമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഫെബ്രുവരി 28-ന് ഇറാനെതിരെ യുഎസും ഇസ്രയേലും സംയുക്ത സൈനിക നടപടി ആരംഭിച്ച ശേഷം ആദ്യമായാണ് ട്രംപും നെതന്യാഹുവും കൂടിക്കാഴ്ച നടത്തുന്നത്. ഇരു നേതാക്കളും തമ്മിലുള്ള ഭിന്നത മറനീക്കി പുറത്തു വന്നിരുന്നു. പിന്നാലെയാണ് കൂടിക്കാഴ്ച നടത്തിയത്. നെതന്യാഹുവിന്റെ നിലപാടുകൾക്കെതിരെ പരസ്യമായി ട്രംപ് അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇറാനെതിരെ ആക്രമണം തുടരുമെന്നാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. ആക്രമണം തുടരാൻ ട്രംപ് തന്നെ സ്വാധീനിക്കാൻ നോക്കുകയാണെന്നായിരുന്നു ട്രംപ് തുറന്നടിച്ചത്. അതിനാൽ ഇരുവരുടെയും കൂടിക്കാഴ്ച ഏറെ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. ഇറാനിലെ പിക്കാക്സ് മലനിരകളിലുള്ള ആണവ കേന്ദ്രത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ട്രംപും നെതന്യാഹുവും ഇടഞ്ഞത്. ആണവ കേന്ദ്രത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട രഹസ്യാന്വേഷണ വിവരങ്ങൾ ഇസ്രയേൽ ട്രംപുമായി ചർച്ച നടത്തിയേക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഈ റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ട്രംപ് അതൃപ്തി പരസ്യമാക്കിയത്. പിക്കാക്സസിൽ എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. ഇറാൻ ഇപ്പോൾ വലിയ പ്രശ്നത്തിനൊന്നും പോകുന്നില്ലെന്നാണ് ട്രംപ് പറഞ്ഞത്. ഈ വിഷയത്തിൽ വീണ്ടും തന്നെ പിടിച്ചിടാൻ വേണ്ടിയാണ് നെതന്യാഹു ഇങ്ങനെയെല്ലാം പറയുന്നതെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ നെതന്യാഹു വിളിച്ചു പറയുന്നതെന്നും ട്രംപ് ചോദിച്ചു. ഫെബ്രുവരി 28-ന് ഇറാനെ സംയുക്തമായി ആക്രമിക്കുമ്പോൾ ട്രംപും നെതന്യാഹുവും ഒരേ നിലപാടിലായിരുന്നു. അന്ന് ഇരുവരും തമ്മിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവുമില്ലായിരുന്നു. എന്നാൽ 5 മാസം കഴിഞ്ഞപ്പോൾ ഇരുവരുടെയും താല്പര്യങ്ങൾ ഏറെ വ്യത്യസ്തമായി. പരസ്പരം വിശ്വാസക്കുറവുണ്ടായി. ഇരുവരും തമ്മിലുള്ള ഭിന്നത വർദ്ധിക്കുകയും ചെയ്തു. നെതന്യാഹുവിന്റെ നീക്കങ്ങളെ സംശയത്തോടെയാണ് ഇപ്പോൾ ട്രംപ് നോക്കിക്കാണുന്നത്. ട്രംപ് ഇറാനിലെ യുഎസ് താൽക്കാലികമായി നിർത്തുകയും ഇറാനുമായി വീണ്ടും ഒരു കരാറിന് ശ്രമിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് നെതന്യാഹുവും ട്രംപും കൂടിക്കാഴ്ച നടത്തിയത്. യുദ്ധത്തിന്റെ ആദ്യ മാസങ്ങളിൽ ട്രംപും നെതന്യാഹുവും മിക്ക ദിവസവും ഫോണിൽ സംസാരിക്കുമായിരുന്നു. യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപിപ്പിക്കാനും പരസ്പരം അഭിപ്രായങ്ങൾ പങ്കുവെക്കുവാനുമായിരുന്നു അത്. എന്നാൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അവരുടെ ഫോൺ കോളുകൾ വളരെ കുറവായി. ട്രംപിന്റെ ചിന്തകളും അടുത്ത നീക്കങ്ങളും അറിയാൻ നെതന്യാഹു കൂടുതൽ ആശ്രയിച്ചത് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയാണ്. ചൊവ്വാഴ്ച ട്രംപുമായി കൂടിക്കാഴ്ച നടത്താനുള്ള സമയം ലഭിക്കാനും നെതന്യാഹുവിന് ബുദ്ധിമുട്ടുണ്ടായി. കഴിഞ്ഞ ആഴ്ച തന്നെ വൈറ്റ് ഹൌസിൽ എത്താൻ അദ്ദേഹം ആഗ്രഹിച്ചെങ്കിലും അദ്ദേഹത്തിന് കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം അനുവദിച്ചില്ല. ഏപ്രിൽ 8-ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം ട്രംപിന്റെ യുദ്ധ നയങ്ങളിലും തീരുമാനങ്ങളിലും നെതന്യാഹുവിന്റെ സ്വാധീനം പതുക്കെ കുറഞ്ഞു വരികയാണ്. ജൂൺ മധ്യത്തിൽ ട്രംപ് ഇറാനുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഇതിനെക്കുറിച്ച് നെതന്യാഹുവിന് സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ട്രംപിന്റെ തീരുമാനം മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇറാന്റെ സൈനിക ശക്തി കൂടുതൽ ദുർബലമാക്കാൻ യുദ്ധം തുടരണമെന്ന് നെതന്യാഹു ട്രംപിനോട് ആവശ്യപ്പെട്ടെങ്കിലും ട്രംപ് അത് അംഗീകരിച്ചില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചപ്പോൾ നെതന്യാഹു പരസ്യമായി അതിനെ എതിർത്തില്ല. ആ കരാർ സ്വയം നശിക്കുമെന്ന് നെതന്യാഹു പ്രതീക്ഷിച്ചു. ഏതാനും ആഴ്ചകൾക്ക് ശേഷം അത് സംഭവിക്കുകയും ചെയ്തു. തിങ്കളാഴ്ച ട്രംപ് ഇറാന്റെ കാര്യത്തിൽ തനിക്കും നെതന്യാഹുവിനും ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് സമ്മതിച്ചു. മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം അത് പറഞ്ഞു. ഞങ്ങൾക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷേ പൊതുവെ ഞങ്ങൾ ഒരേ നിലപാടിലാണ്. ഇങ്ങനെയാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത്.